കേരളത്തിലെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതോടെ പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ വലിയ അഴിച്ചുപണിയാണിത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള സന്ദർശനത്തിനെത്തുന്നതിന് തൊട്ടു മുൻപാണ് ഈ സുപ്രധാന പ്രഖ്യാപനം വന്നതെന്ന് ശ്രദ്ധേയമാണ്. പുതിയ പട്ടികയിൽ 10 വൈസ് പ്രസിഡന്റുമാർ, 4 ജനറൽ സെക്രട്ടറിമാർ, 10 സെക്രട്ടറിമാർ, 4 വക്താക്കൾ, ഒരു ട്രഷറർ എന്നിവർ ഉൾപ്പെടുന്നു. കൂടാതെ 5 മേഖലാ അധ്യക്ഷന്മാരെയും നിയമിച്ചിട്ടുണ്ട്. ഈ അഴിച്ചുപണിയിൽ ജനറൽ സെക്രട്ടറിമാരായി M.T. രമേശ്, ശോഭാ സുരേന്ദ്രൻ, S. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ M.T. രമേശ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമ്പോൾ മുൻപ് വൈസ് പ്രസിഡന്റായിരുന്ന ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. വൈസ് പ്രസിഡന്റുമാരായി മുൻ DGP R. ശ്രീലേഖ, ഷോൺ ജോർജ് എന്നിവർക്കൊപ്പം ശ്രീ കൃഷ്ണകുമാർ, P. സുധീർ, ഡോക്ടർ K.S. രാധാകൃഷ്ണൻ, C. സദാനന്ദൻ, B. ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുസലാം, K. സോമൻ, K. അനീഷ് കുമാർ എന്നിവരും ഉൾപ്പെടുന്നു. നിലവിലെ ട്രഷറർ E. കൃഷ്ണദാസ് സ്ഥാനത്ത് തന്നെ തുടരും. പുതിയ ടീമിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമുള്ള അനൂപ് ആന്റണി ജോസഫിനും ഷോൺ ജോർജിലും ജിജി ജോസഫിനും പരിഗണന നൽകിയിട്ടുണ്ട്. ബി.ജെ.പിക്ക് കേരളത്തിൽ അടിത്തറ വികസിപ്പിക്കുന്നതിനുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രപരമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. മറ്റു പ്രധാന ചുമതലകളിലേക്ക് അശോകൻ കുളനട, K. രഞ്ജിത്ത്, രേണു സുരേഷ്, V. രാജേഷ്, പന്തളം പ്രതാപൻ, M.V. ഗോപകുമാർ, പൂന്തുറ ശ്രീകുമാർ, P. ശ്യാംരാജ്, MP. അഞ്ജന രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിമാർ. ജയരാജ് കൈമൾ ഓഫീസ് സെക്രട്ടറിയായും, അഭിജിത്ത് R. നായർ സോഷ്യൽ മീഡിയ കൺവീനറായും, T.P. ജയചന്ദ്രൻ മുഖ്യ വക്താവായും, സന്ദീപ് സോമനാഥ് മീഡിയ കൺവീനറായും, V.K. സജീവൻ സംസ്ഥാന സെൽ കോർഡിനേറ്ററായും നിയമിതരായി. പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നതോടെ പാർട്ടിയിൽ ചെറിയ തോതിലുള്ള മുറുമുറുപ്പുകൾ ഉയർന്നിട്ടുണ്ട്. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ V. മുരളീധരൻ, K. സുരേന്ദ്രൻ എന്നിവരുമായി അടുപ്പം പുലർത്തുന്ന പല പ്രമുഖ നേതാക്കളെയും ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടി. കഴിഞ്ഞ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിമാരായിരുന്ന C. കൃഷ്ണകുമാറിനെയും P. സുധീറിനെയും വൈസ് പ്രസിഡന്റുമാരായി മാറ്റിയത് സുരേന്ദ്രൻ പക്ഷത്തിന് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. നിലവിലെ ജനറൽ സെക്രട്ടറിമാരിൽ M.T. രമേശ്, S. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവർ P.K. കൃഷ്ണദാസ് പക്ഷത്തോട് അടുപ്പമുള്ളവരാണെന്നും എങ്കിലും കൃഷ്ണദാസ് പക്ഷത്തിലെ തന്നെ പ്രമുഖനായ N. രാധാകൃഷ്ണൻ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ശ്രദ്ധേയമാണ്. ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി സ്വന്തം നിലയിൽ ഒരു ടീമിനെ വാർത്തെടുക്കാനുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ടീം എന്നാണ് പുതിയ ഭാരവാഹികളെ ബി.ജെ.പി. നേതൃത്വം വിശേഷിപ്പിക്കുന്നത്. N. രാധാകൃഷ്ണൻ, നാരായണൻ നമ്പൂതിരി, C. രഘുനാഥ്, J.R. പത്മകുമാർ, P.R. ശിവശങ്കരൻ, K.V.S. ഹരിദാസ്, C. ശിവൻകുട്ടി, പ്രമീളാദേവി തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കൾക്ക് പുതിയ ഭാരവാഹിത്വത്തിൽ ഇടം ലഭിച്ചില്ല. ഇത് പാർട്ടിക്കുള്ളിൽ ചെറിയൊരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നോമിനിയായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കപ്പുറം തിരഞ്ഞെടുപ്പ് വിജയമാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ്. മേഖലാ അധ്യക്ഷന്മാരായി K. ശ്രീകാന്ത്, V. ഉണ്ണികൃഷ്ണൻ, A. നാഗേഷ്, N. ഹരി, B. ഗോപകുമാർ എന്നിവരെയാണ് നിയമിച്ചിരിക്കുന്നത്. കൂടാതെ K.V.S. ഹരിദാസ്, T.P. സിന്ധുമോൾ, V.P. ശ്രീ പത്മനാഭൻ, P.R. ശിവശങ്കരൻ, പാലോട് സന്തോഷ്, S. ജയസൂര്യൻ, ബിപിൻ C. ബാബു, ശങ്കു T. ദാസ്, റിട്ടയർഡ് കേണൽ S. ദിന്നി എന്നിവരും വക്താക്കളായി ചുമതലയേറ്റു. പുതിയ നേതൃത്വം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുമെന്നത് കണ്ടറിയേണ്ട വിഷയമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് പുതിയ ഊർജം പകരാൻ ഈ അഴിച്ചുപണിക്ക് സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ.